എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ചോപ്പർ അവൻ ആ ആന്റിഡോട്ട് അതെടുത്തു കഴിഞ്ഞു. അവന്റെ ബോഡി മുഴുവൻ അങ്ങനെ റെഡ് കളറിലേക്ക് ചേഞ്ച് ആയി. നല്ല രീതിയിൽ പെയിൻ അനുഭവപ്പെടും. ചോപ്പർ ആണെങ്കിൽ ഉച്ചത്തിൽ കരയാനായിട്ട് തുടങ്ങും. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഷോക്കായി ചോപ്പറിനെ തന്നെ നോക്കുകയാണ്. പക്ഷേ ഞൊട്ടിയടയിൽ അവരെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചോപ്പർ ആണെങ്കിൽ ഇപ്പൊ നോർമലായി മാറുകയാണ്. അത് കണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇനി എത്രയും വേഗം ഒരു മെഡിസിൻ അത് അവിടെയുള്ള എല്ലാവരിലേക്കും എത്തിക്കണം. അവൻ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് വലിയൊരു പേരെങ്കി അവന്റെ ശ്രദ്ധയിൽപ്പെടും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ മാർക്കോ അവൻ ക്വീനുമായിട്ടും കിങ്ങുമായിട്ടും പൊരിഞ്ഞ പോരാട്ടം. ക്വീൻ ആണെങ്കിൽ സ്ക്വാഡൊക്കെ വെച്ച് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് മാർക്കോ അവനെ ചവിട്ടി തെറിപ്പിച്ച് അങ്ങനെ കറങ്ങി തിരിഞ്ഞു വരും. ആ ഗ്യാപ്പിൽ കിങ് അവൻ അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം മാർക്കോയും കിങ്ങും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ക്വീൻ അവൻ വീണ്ടും ആ ബുള്ളറ്റ് കയ്യിലെടുക്കും. ബാക്കിയുള്ള ആൾക്കാരെ കൂടെ മോൺസ്റ്റേഴ്സ് ആക്കി മാറ്റാനായി അവൻ തയ്യാറാവുകയാണ്. ഈ സീൻ കട്ട് ചെയ്ത അപ്പോംസ് ആണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം നമ്മുടെ ജയന്റ് അപ്പൂപ്പൻ ആളാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ആ ഒരു വൈറസ് അത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഒരാളുടെ കോൺഷ്യസ് നഷ്ടപ്പെടും. പക്ഷേ അപ്പാപ്പനാണെങ്കിൽ ആളുടെ കോൺഷ്യസ് കഷ്ടപ്പെട്ട് നിലനിർത്തി ആളുടെ ആ വൈറസ് പവർ ഉപയോഗിച്ച് അവന്റെ സബോർഡിനേറ്റ്സിനെ എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് കൊന്നു കളഞ്ഞു. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് അപ്പാപ്പനെ കാണിക്കും. അപ്പാപ്പന്റെ കൺട്രോൾ ആണെങ്കിൽ ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അപ്പാപ്പൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ കൊന്നേ പറ്റൂ. ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസ് ഒരുപാട് വേദനയോടുകൂടെ ആ ഒരു നിർണായക ഘട്ടം അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആണെങ്കിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും ആ ഒരു മോൺസ്റ്ററായി മാറി തലയിൽ കൊമ്പൊക്കെ മുളച്ച് മോൺസ്റ്റർ പല്ലുകളൊക്കെ പുറത്തേക്ക് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അപ്പാപ്പൻ വിളിച്ചു പറയും, നിങ്ങളിങ്ങനെ വെറുതെ നിൽക്കുകയാണോ? എത്രയും വേഗം എന്നെ കൊല്ല്. എനിക്ക് ഇപ്പൊ മരിച്ചേ പറ്റൂ. ഈ ലേറ്റായ എന്റെ ഉള്ളിലെ മോൺസ്റ്റർ അത് നിങ്ങളെ കൊല്ലും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തി തന്നെയാണ്. ആണെങ്കിൽ മനസ്സ് കല്ലാക്കി മരിക്കാൻ പൂർണ്ണമായും തയ്യാറായി അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അതേസമയം ആളുടെ അസിസ്റ്റന്റ് കട്ടപ്പ ആൾക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർ അപ്പാപ്പനെ കൊല്ലാനായിട്ട് മനസ്സ് വരില്ല. അവൻ കണ്ണുകൾ അടച്ച് കരഞ്ഞ് നിലവിളിച്ച് അപ്പാപ്പന്റെ അടുത്തേക്ക് വരികയാണ്. അവൻ ഒരു സെക്കൻഡ് ചോപ്പറിന്റെ ഭാഗത്തേക്ക് നോക്കി വിളിച്ചു പറയും, ചോപ്പർ ഇതുവരെ ആ മെഡിസിൻ റെഡി ആയില്ലേ? ദയവ് ചെയ്ത് വേഗം കൊണ്ടുപോയോ. ഞങ്ങളുടെ അസിസ്റ്റൻസും മാസ്റ്ററും അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങളെ വിട്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ക്വീന്റെ അസിസ്റ്റൻസ് അവരിലും ഇപ്പൊ വൈറസ് സ്പ്രെഡ് ആയിരിക്കുകയാണ്. ഒരുത്തനാണെങ്കിൽ ക്വീന്റെ അടുത്തേക്ക് വന്ന് എന്നോട് ദേഷ്യപ്പെട്ടു പറയും, ക്വീൻ എന്തുകൊണ്ടാണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഞങ്ങളെ ആന്റിഡോട്ട് തന്ന് എത്രയും വേഗം ഹീൽ ചെയ്യേ. അത് കേട്ട് ഇപ്പൊ ക്വീന്റെ ദേഷ്യം കൂടും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ വന്ന് നിന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കും? നിങ്ങളെല്ലാം എന്റെ വെറും ഒരു ടെസ്റ്റ് സബ്ജക്റ്റ്, അതുപോലെ തന്നെ സ്ലേവ്സ് ആണ്. ഓൾറെഡി ഇതെന്റെ പ്ലാൻ തന്നെയായിരുന്നു നിങ്ങളിലേക്ക് ഈ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്ത് വിട്ട് എന്റെ ഓപ്പണൻസിനെ ഈസി ആയിട്ട് ഇല്ലാതാക്കുക എന്നത്. നിങ്ങൾ എല്ലാവരും വളരെ വീക്കാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞ് എല്ലാവരെയും അവൻ അട്ടിച്ച് തോഫാനാക്കി ഓരോ ഭാഗത്തേക്ക് പറപ്പിച്ചു വിടും. ഇല്ലമാർക്കാണെങ്കിൽ അതൊക്കെ കേട്ടും കണ്ടും ഭയങ്കര ഷോക്ക്. സത്യത്തിൽ ഞങ്ങളെ കൊല്ലാനാണോ നീ ശ്രമിക്കണേ? അതിന് ക്വീൻ ചിരിച്ചുകൊണ്ട് പറയും, അതെ, നിങ്ങൾ സത്യത്തിൽ യാതൊരു യൂസും ഇല്ലാത്ത സോൾജിയേഴ്സ് ആണ്. നിങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ആർക്കും ഇല്ല. നിങ്ങൾ ഈ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്ത് മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് അവനങ്ങനെ തീർത്തു പറയും. മറ്റൊരു ഭാഗത്ത് ആ ഒരു വൈറസ് സ്പ്രെഡ് ആയവര് ആണെങ്കിൽ അവിടെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ക്വീൻ ആണെങ്കിൽ വീണ്ടും പറയും, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കുമായി ഒരു ആന്റിഡോട്ട് തന്നതാണ്. അത് ലിമിറ്റഡ് ആണ്. നിങ്ങൾ ആര് അത് ഫൈറ്റ് ചെയ്ത് നേടുന്നോ അവർക്ക് ജീവിക്കാം. ആയിരിക്കും നിങ്ങളുടെ പവർഫുള്ള്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം. പരസ്പരം അടിച്ചു മരിക്കാം. മറ്റുള്ളവർക്ക് ഇത് സ്പ്രെഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണെന്ന് പറയും. സോൾജിയേഴ്സിനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. അവസാനം നിങ്ങൾ ഞങ്ങളെ ചതിച്ചു. ക്വീനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ സാമുറായ്സിന് നേരെ തിരിയും. നിങ്ങളും മണ്ടന്മാരാണ്. ആ ഒരു ടീം അവരൊരിക്കലും നിങ്ങളെ രക്ഷിക്കാനായിട്ട് പോകുന്നില്ല. ഈ ചുരുങ്ങിയ ടൈം കൊണ്ട് അവനെ കൊണ്ട് ആന്റിഡോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായത് അവന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അവൻ തീർച്ചയായിട്ടും അത് സ്വന്തമായിട്ട് തന്നെ ഉപയോഗിക്കും. നിങ്ങളെല്ലാവരും വിട്ടികളാവും. കട്ട് ചെയ്ത ഇവിടെ കട്ടപ്പ അവനാണെങ്കിൽ സ്ക്വാഡ് അങ്ങനെ ആളുടെ നേർക്ക് വാഞ്ഞു വീശുകയാണ്. അടുത്ത നിമിഷം ചോപ്പർ അവൻ നോ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ചാടി വന്ന് ആ സ്ക്വാഡ് അങ്ങനെ തട്ടിത്തെറിപ്പിക്കും. കട്ടപ്പ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ടു പറയും, യു ആർ അൺബിലീവബിൾ. ഇത്രയും സമയമായിട്ട് നിനക്കത് കണ്ടെത്താനായില്ല. ഞങ്ങൾ ഇദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൺട്രോൾ അത് ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനപ്പാപ്പനും അതെ, എന്റെ നിർദ്ദേശം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ചോപ്പർ ആണെങ്കിൽ അവരോട് ദേഷ്യപ്പെടും, നിങ്ങൾ സ്റ്റോപ്പ് ദ ഫക്ക്. എന്നെ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ ആന്റിബോഡി അത് കണ്ടുപിടിച്ച് എന്നെ തന്നെ ക്യൂർ ചെയ്തു. ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ ക്യൂർ ചെയ്യുന്നു പറഞ്ഞ് അവൻ കുറച്ച് മെഡിസിൻ ഇപ്പോ അപ്പാപ്പന്റെ വായിലേക്ക് അങ്ങനെ ഒറ്റിച്ചു കൊടുക്കുകയാണ്.
അടുത്ത സെക്കൻഡ് അവന്റെ ബോഡി അതങ്ങനെ വാമായി ആൾ ഉച്ചത്തിൽ നിലവിളിക്കും. ക്ഷണം നേരം കൊണ്ട് തന്നെ തലയിലുണ്ടായിരുന്ന കൊമ്പും പല്ലും അതെല്ലാം തന്നെ തകർന്ന് വൈറസും ഐസും എല്ലാം തന്നെ മെൽറ്റായി അപ്പാപ്പൻ ബാക്ക് ടു നോർമൽ ആവുകയാണ്. ചുറ്റുമുള്ളവർക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവർ തുള്ളിച്ചാടും. ചോപ്പർ ആണെങ്കിൽ അസിസ്റ്റന്റ് ഡോക്ടറിനെയും ആ നഴ്സിനെയും ഒരു സിഗ്നൽ കാണിക്കും. അടുത്ത നിമിഷം അവര് വലിയൊരു പീരങ്കിയായിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. അവരാണെങ്കിൽ ഞൊട്ടിയിടയിൽ അതിൽ വലിയൊരു ബുള്ളറ്റ് അതങ്ങനെ ഫില്ല് ചെയ്ത് അത് പൊട്ടിക്കുകയാണ്. അടുത്ത സെക്കൻഡ് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായി. ആ ഒരു ഭാഗം മുഴുവൻ ആന്റിബോഡി ഫോഗ് അതങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. ചോപ്പർ ആണെങ്കിൽ വിളിച്ചു പറയും, എത്രയും വേഗം നിങ്ങളത് ഇൻഹേൽ ചെയ്തെടുക്ക്. അത് ഇൻഹേൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വൈറസ് അതില്ലാതായി നിങ്ങൾ ബാക്ക് ടു നോർമൽ ആവും. അവരെല്ലാവരും ചോപ്പറിനെ വിശ്വസിച്ച് അത് നല്ല രീതിയിൽ അങ്ങനെ ഇൻഹേൽ ചെയ്തെടുക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ അവർ ബാക്ക് ടു നോർമൽ ആവും. വില്ലന്മാർക്കാണെങ്കിൽ ആദ്യം കുറച്ച് പേടിയുണ്ടാവും. സാമുറൈസ് അവർ ബാക്ക് ടു നോർമൽ ആയത് കണ്ട് അവരും അത് ഇൻഹേൽ ചെയ്തെടുത്ത് ഇപ്പൊ നോർമലായി മാറുകയാണ്. ചോപ്പറിനെ എല്ലാവരും പുകഴ്ത്താനും വാഴ്ത്തി പാടാനൊക്കെ ആയിട്ട് തുടങ്ങും. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതേസമയം ക്വീൻ അവൻ പല്ല് കടിച്ച് അൺബിലീവബിൾ, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇത്രയും വേഗം ആന്റിഡോട്ട് ക്രിയേറ്റ് ചെയ്ത് നീ ഇവരെല്ലാവരെയും ക്യൂർ ആക്കും. പ്ലാൻ തകർത്ത് നിന്നെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. ക്വീൻ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ചോപ്പറിനെ നോക്കും. സത്യം പറയും, നീ ആരാ? വെറും ഒരു പൈററ്റ് ടീമിലുള്ള ഒരു ഡോക്ടർ മാത്രമാണ് നീ. നിന്നെ കൊണ്ട് എങ്ങനെ സാധിച്ചു? അതിന് ചോപ്പർ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതെ, ഞാൻ വെറും നിസ്സാരക്കാരൻ തന്നെയാണ്. എന്നെ പോലെ കഴിവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. അവര് എല്ലാ കാര്യങ്ങളും അക്യുമുലേറ്റ് ചെയ്ത് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും അത് വർക്കൗട്ട് ആവും. നിന്നെ പോലെ ദുഷ്ടബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവില്ല. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാനും പറ്റില്ല. ക്വീനാണെങ്കിൽ മൊത്തത്തിൽ അവന്റെ ക്ഷമ നശിക്കും. അവൻ വായിലുണ്ടായിരുന്ന ചുരുട്ട് അത് താഴെയിട്ട് ഇപ്പൊ അവന്റെ വായിലുള്ള ഗണ്ണ് അത് വെച്ച് ചോപ്പറിനെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ക്വീനിന്റെ തന്നെ അസിസ്റ്റൻസ് അവരിപ്പോ ക്വീനെ റൗണ്ട് ചെയ്യാണ്. ചോപ്പറിനെ തൊട്ട നിങ്ങൾ വിവരം അറിയും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ഫൈറ്റ് ചെയ്തത്. പക്ഷേ നിങ്ങൾ തന്നെ ഞങ്ങളുടെ ബ്രദേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ ഇല്ലാതാക്കി. ഇപ്പോൾ ഒരു കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവൻ നഷ്ടമായേനെ. ഞങ്ങൾ ഓപ്പണന്റ് ആണെന്ന് പോലും നോക്കാതെ അവൻ എല്ലാവരെയും ക്യൂർ ചെയ്തു. എന്നെ പോലെ ഒരു ദുഷ്ടനെ സപ്പോർട്ട് ചെയ്ത് മരിക്കുന്നതിലും നല്ലത് ചോപ്പറിനെ പോലെ നല്ല ആളിനെ പ്രൊട്ടക്ട് ചെയ്ത് മരിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഞങ്ങളെല്ലാം അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് അവന്റെ തന്നെ അസിസ്റ്റൻസ് അവരെല്ലാവരും ഇപ്പൊ ക്വീന് നേരെ അങ്ങനെ തിരിയാണ്. ക്വീൻ ആണെങ്കിൽ ഇപ്പൊ ഒച്ചത്തിൽ വിളിച്ചു പറയും, റക്കൂൺ, ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. അത് കേൾക്കേണ്ട താമസം മാർക്കോ ആണെങ്കിൽ ക്വീനെ റൗണ്ട് ചെയ്യും. ചോപ്പർ അവനൊരു റംബിൾ ബോൾ എടുത്ത് കഴിച്ച് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ചാടി വന്ന് ക്വീനിന്റെ മുഖത്ത് തന്നെ ഒരൊറ്റ പഞ്ച്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ റക്കൂൺ എന്ന് വിളിക്കും. ഞാൻ റക്കൂൺ അല്ല. അവൻ അത്രയും നേരം റക്കൂൺ എന്ന് വിളിച്ച എല്ലാവരും അത് കേട്ട് ഞെട്ടും. കട്ട് ചെയ്താ ഇവിടെ കൈഡോയും യൂസ്ട്രസ് കിട്ടും. അവർ രണ്ടുപേരും പൊരിഞ്ഞ ഫൈറ്റ്. ലൂഫി ആണെങ്കിൽ അവനെ പഞ്ച് ചെയ്യാനായിട്ട് ഇപ്പൊ ഫ്ലൈ ചെയ്ത് വരും. കട്ട് ചെയ്താ ഇവിടെ അക്കസായ മെമ്പേഴ്സ് അവരാണെങ്കിൽ ചുറ്റും നോക്കും. ആരോ ബോഡിയിൽ മെഡിസിനും ബാൻഡേഡൊക്കെ ഇട്ട് ഇപ്പൊ ഏകദേശം അവരുടെ മുറിവൊക്കെ ഹീലായിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അതാരാണ് ചെയ്തതെന്ന് അവർക്കറിയില്ല. ആണെങ്കിൽ അവരോട് പറയും, ആക്ച്വലി ആരെയോ ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ ഞാൻ കരുതിയത് അത് വെറും സ്വപ്നമാണെന്നാണ്. എന്തായാലും കുഴപ്പമില്ല, എത്രയും വേഗം നമുക്ക് ലൂഫിയെ ഹെൽപ്പ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അവർ ആ ഡോർ ഓപ്പൺ ചെയ്യാണ്. അടുത്ത നിമിഷം ആരോ അവരുടെ മുൻപിലേക്ക് വരും. ആ ഒരാളെ കണ്ട് അവർ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. വന്നത് മറ്റാരും അല്ല, സാക്ഷാൽ ഓടൻ. ഓടനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇവരോട് കുശലാന്വേഷണം നടത്തുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.